എന്ത് ചെയ്തു 35 വർഷം കൊണ്ട് ആര്യാടൻ നിലമ്പൂരിൽ? ഇവിടെ 35 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഇന്ന് കാണുന്ന ഈ നിലമ്പൂരായിരുന്നോ? നിലമ്പൂർ 11 പഞ്ചായത്തുകൾ. ഈ പഞ്ചായത്തുള്ള നിലമ്പൂർ നിയോജക മണ്ഡലം ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ ഒരാഴ്ച സമയമെടുക്കണമായിരുന്നു ശരത്. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ദ്വീപുകളായി കിടക്കുകയായിരുന്നു. ആ ദ്വീപുകളായ പഞ്ചായത്തുകളെ മുഴുവൻ ഒരു ക്രോഡീകരിച്ച് ഒരു നിയോജക മണ്ഡലമാക്കി. ഒരുപാട് പുഴകളിൽ പാലം കൊണ്ടുവന്നു, റോഡ് കൊണ്ടുവന്നു. ഇപ്പോൾ പറയുന്ന കരുളായി റോഡ്, പൂക്കോട്ടുംപാടൻ റോഡ്, ആ റോഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊരു വീടിൻ്റെ റീപെയിൻറ്റിങ് മാത്രമാണ്. വീട് ഉണ്ടാക്കി വെച്ചത് ആര്യാടൻ മുഹമ്മദാണ്. ഒരു പാലം ബാക്കിയോ ഹംസ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. എന്നാൽ മൈക്ക് വെച്ച് പറഞ്ഞു വേഗം തീർക്കും. എന്റെ പൊന്നോ, നിങ്ങളാണ് അവരോട് സംസാരിച്ചത്, ഞാനല്ല. അവിടെ ഇരി, ഞാൻ പറയും. ഹാരിസൺ, നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾ അവരോട് ചോദിക്കാൻ പോയത് കൊണ്ടാണ് ഈ കുഴപ്പം. ഇവര് പറഞ്ഞു, ഇന്നലെ ഒരു ചർച്ചയിലും പറഞ്ഞു, അത് മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി അല്ലാതെ ആര്യാടന്റെ വീട്ടിൽ നിന്നാ കൊണ്ടുവരാ? സർക്കാർ ഫണ്ട് കൊണ്ട് ഇവിടെ കൊണ്ടുവരുന്ന ആളിന്റെ പേരാണ് MLA എന്ന് പറയുന്നത്. അത് MLA കൊണ്ടുവരേണ്ട ഫണ്ടാ. ഞാൻ ചോദിക്കാം, അൻവറിന് ആര്യാടൻ നിലമ്പൂര് കൈമാറുമ്പോ ഈ നിലമ്പൂരിൽ ഏതെങ്കിലും അടിസ്ഥാന വികസനമില്ലാത്ത ഒരു പഞ്ചായത്ത് പറ. ഇവിടെ നിങ്ങൾ ചോദിച്ചല്ലോ ഏത് പഞ്ചായത്താന്ന് ചോദിച്ചു. എനിക്ക് ഏകദേശം 35 വയസ്സുണ്ട്. ഏകദേശം നിങ്ങൾ MLA അതേ കാലഘട്ടത്തിലാണ്. നിങ്ങൾക്ക് പറയേണ്ട രാഷ്ട്രീയം ഇപ്പോൾ 9 വയസ്സുള്ള ആളുകളോട് പറഞ്ഞാൽ ആര്യാടന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞാൽ 9 വയസ്സുള്ള കുട്ടിനോട് പറയാം. ഹാരിസ് സംസാരിച്ചു വന്നപ്പോ അവിടുന്ന് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ അവരോട് സംസാരിച്ചു. അവരോട് എന്തിനാണ് നിങ്ങൾ സംസാരിക്കാൻ പോയത്? ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. നിങ്ങൾ വഴങ്ങിക്കൊടുത്തു മാത്രം. ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ പറയുന്ന ഏത് കാര്യവും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്.